Hi all, welcome back to my channel. ഇന്ന് നമുക്കൊരു ജാർ കേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് ജാർ കേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മാംഗോയുടെ ഫ്ലേവറാണ് കൊടുക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റും കൂടെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാംഗോ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.25 കപ്പ് മാങ്ങ ഒക്കെ ഉണ്ട്. ഇനി ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മാങ്ങ അരച്ചതിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്പോഞ്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 4 എഗ്ഗും ഇതുപോലെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് എഗ് യോക്കിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ വിനീഗറും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എഗ് വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ മാംഗോയുടെ മിക്സിയിൽ നിന്ന് ഒരു 5 ഡ്രോപ്സ് ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഫ്ലോറിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ ഫോൾഡ് ചെയ്ത് മുഴുവൻ ഫ്ലോറും നമുക്കിതുപോലെ ബാച്ചസ് ആയിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാംഗോ പൾപ്പിൽ നിന്ന് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് ഒരു 170 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. കേക്ക് വെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാംഗോ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാംഗോ പൾപ്പിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്സ് മാംഗോ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 35 രൂപയുടെ ജാറാണ് കേട്ടോ. നമുക്കൊരു പീസിന് 35 രൂപ ഒക്കെ വരും. നമുക്ക് പല ഷേപ്പിലുള്ള ജാറുകൾ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ റേറ്റും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്കിനെ ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ലെയർ എടുത്തിട്ട് ജാറ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ വായവട്ടം വെച്ചിട്ട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 9 പീസാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു 3 ജാർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 9 പീസാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ബാക്കി വരുന്ന കേക്കൊക്കെ നിങ്ങളുടെ അടുത്ത് ജാറ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്രീം മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്രീമിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 2 ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാംഗോ മിക്സിൽ നിന്ന് ഒരു 3-4 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിലേക്ക് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ 1M ആണ്. ഇത് നമ്മൾ റോസെറ്റൊക്കെ വരച്ച് കൊടുക്കുന്ന നോസിലാണ് കേട്ടോ. ഇനി നമുക്ക് ലെയർ സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ ജ്യൂസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കളറും മാംഗോയുടെ ഒരു ഫ്ലേവറൊക്കെ കൊടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അടുത്ത ലെയറും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാംഗോ ജ്യൂസ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയറിൽ നമുക്ക് വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് മാംഗോ പീസും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ജാറുകളും നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ഒരു റിബൺ വെച്ചിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സാറ്റിൻ റിബൺ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.